Hello. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Yes. Good morning. Good morning. Good morning, miss. ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? കൊച്ചുങ്ങളുടെയൊക്കെ ക്ലാസ് ഒക്കെ കൂട്ടി ഇനിയിപ്പോ പഠിക്കാൻ ചിലപ്പോ നമുക്ക് ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? മിസ്സേ ഞാൻ പറയാം. ശരി. Dear Lord, come be with us today. Fill our hearts with the joy. Fill our minds with the learning. Fill our classroom with peace. Fill our lessons with fun. Fill our friendship with kindness. Amen. കാര്യങ്ങളുടെ നിറവിനായിട്ടാണ് ഇന്നത്തെ പ്രാർത്ഥന. Fill our heart with joy, classroom with peace. അല്ലെ? എല്ലാം നമ്മൾ ചോദിക്കുകയാണ്. നമ്മളുടെ ഹൃദയവും നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹവും ക്ലാസ് റൂം മുഴുവൻ സമാധാനവും അല്ലെ? ഒരുപാട് പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. സ്വപ്ന ആണെന്ന് പ്രാർത്ഥിച്ചത് അല്ലെ? സ്വപ്നല്ലേ? ശനി. സോറി, ശനി. ഓക്കെ, നന്നായിരുന്നു. Yes, and the next അടുത്തത് welcome. Good morning, ma'am. Naira. Naira. Good morning, everyone. I would like to invite our Nishanam to today's class. We are expecting something new knowledge from your end, and also I am inviting my all teammates to today's section. Thank you. Yes, thank you for welcoming all of us, including me. Naina. Okay. Ma'am, thought of the day പറയട്ടെ. Thought of the day പറയും. Start each day with a positive thought. Yes, everything has to be started with a positive start. അല്ലേ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തോട് വീണ്ടും നമ്മൾ ആരംഭിക്കുക. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അയ്യോ അത് പറ്റുമോ അല്ലേ, അതെന്നെ കൊണ്ട് സാധിക്കുമോ, അങ്ങനെയുള്ള നെഗറ്റീവ് ഒരു ഇത് പോകാറുണ്ട് ചില ആളുകളിൽ. ചില ആളുകളിൽ എപ്പോഴും നെഗറ്റിവിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ട്രൈയോ അത് പറ്റില്ല, നെഗറ്റീവ് നമ്മളെ കൊണ്ട് സാധിക്കില്ല. പോസിറ്റീവിനെ എന്താ പറയാ പോസിറ്റീവായിട്ട് സ്വീകരിക്കാതെ നെഗറ്റീവ്സ് ആണ് കൂടുതലും അവർ ആക്സെപ്റ്റ് ചെയ്യുക. അത് നെഗറ്റീവായിട്ട് തള്ളുകൾ. പക്ഷെ നെഗറ്റീവ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ എന്താ പ്രത്യേകത, നമുക്ക് ഒരു രീതിയിലും വളരാൻ സാധിക്കില്ല. പോസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുള്ളൂ, ഗ്രോത്ത് അല്ലെ? നമ്മളുടെ എന്താ പറയാ ഗ്രോത്ത് എന്നതിനേക്കാൾ നമ്മളുടെ ഡെവലപ്ഡ് ആകണം. നമ്മളുടെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ട്, കരിയർ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ സാധിക്കുന്നത് നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ളതിനെ എന്ത് വന്നാലും അതിനെയൊക്കെ പോസിറ്റിവിറ്റിയോടുകൂടി നേരിടുക, ഫേസ് ചെയ്യുക അല്ലെ? യെസ്, അതാണ് ഇന്നത്തെ തോട്ട്. അപ്പൊ ഓക്കെ, നമുക്ക് നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നല്ലോ. ആൻസേഴ്സ് ഉണ്ടോ? ആൻസർ വായിക്കാമോ? ക്വസ്റ്റ്യനും വായിക്കണം, ആൻസറും വായിക്കണം കേട്ടാ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ പറയാം. വായിക്കാം. നികിത വായിക്കാമോ? നികിത ക്വസ്റ്റ്യൻ വായിക്കാം. ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാ നമ്മൾ എഴുതിയാൽ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ചിലപ്പോ എന്താ പറയാ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏത് ചാപ്റ്ററിലാണെന്ന് കൂടി ഇത് പറഞ്ഞേക്കട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് ഒരു എക്സ്ട്രാ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തു. നമ്മളുടെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യനും കൂടാതെയാണ് കേട്ടോ ഇത് നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തത്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലായിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, നികിത സ്റ്റാർട്ട്. The language children use clearly reflect the level of their cognitive development. ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? ഇച്ചിരി ക്ലിയർ ആയില്ല. എനിക്ക് ക്ലിയർ ആവുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്താണ് The language
The language children use clearly reflect the level of their dash cognitive development. ഇപ്പൊ മനസ്സിലായല്ലോ. The language children use clearly reflects the level of their dash. അവർ സംസാരിക്കുന്ന ഭാഷ വ്യക്തമായും എന്താ പറയാ പ്രതിഫലിക്കുന്നത് എന്തിലൂടെയാണ്? എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്തുകൊണ്ടാണ് അവരുടെ നമ്മൾ ഓരോ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് വാട്ട് ദേ യൂസ് അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദെയർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The children of 3 to 6 year age group can understand about things through their dash. Touch, see, hear or experience through their sense. Okay. ക്വസ്റ്റ്യൻ കേട്ടോ എല്ലാവരും? ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി. ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ശരിയാണോ എന്നൊന്ന് നോക്കിയേക്കാം. ബാക്കിയുള്ളവര് വായിച്ചു കേൾക്കാൻ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നിങ്ങൾ എഴുതിയിരിക്കുന്നതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. മൂന്നാമത്തെ വായിച്ചോ. മൂന്നാമത്തെ in which stage of cognitive development is characterized by children's description of things and events in terms of audio, visual, image or mental picture. അതിന്റെ iconic stage. Iconic stage. നാലാമത്തെ ചോദ്യം. ഐക്കോണിക് സ്റ്റേജ് ആണോ എഴുതിയിരിക്കുന്നത്? എല്ലാവരും കറക്റ്റ് ആണോ? വ്യത്യാസമൊന്നുമില്ലല്ലോ. 3 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓഡിയോ വിഷ്വൽ, അതിലെ മെന്റൽ പിക്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ അത് മനസ്സിലാക്കി അതിൽ നിന്നും കുട്ടികൾ പല കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് iconic stage ആണ്. Okay, next one. Which stage of cognitive development is the children use in symbolic activities such as language and mathematics? Answer symbolic stage. Symbolic stage-ലാണ് അല്ലേ? അതെ, കറക്റ്റ് ആൻസർ ആണ്. സിംബോളിക് സ്റ്റേജ് ആണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇന്നോ ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടി. The natural tendency in every children is to become dash. Answer independent. Independence. ഏതൊരു കുട്ടിയുടെയും ചെറുതിലേ മുതൽ ഉള്ളവരുടെ ആ ഒരു ടെൻഡൻസി, ഒരു പ്രകൃതിദത്തമായ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് is to become independent അല്ലെ? സ്വതന്ത്രമായിട്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുക. നമ്മള് അതിന് പല ഉദാഹരണം നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ കുട്ടികള് നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുങ്ങൾ നമ്മളുടെ അടുത്ത് വരും ഫുഡ് കഴിക്കുന്നതില്. അപ്പൊ നമ്മള് വാരിയൊക്കെ ഇങ്ങനെ കൊടുക്കാന്നൊക്കെ വിചാരിക്കും അല്ലെ? സ്കൂളിലൊക്കെ കോരിയൊക്കെ കൊടുക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവര് സമ്മതിക്കില്ല. അവരത് നമ്മുടെ ആ പാത്രത്തോടെ അല്ലെ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ? നമ്മളൊക്കെ കുറെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പാത്രം തന്നെ അവർ വാങ്ങിച്ചെടുക്കും അല്ലെ? അവരെന്നിട്ട് പാത്രം വാങ്ങിച്ച് താഴ്ത്തിയിരിക്കും. ഇരുന്നിട്ട് അവരതിന് പറ്റി തരും അല്ലെ? അവർക്ക് അന്നേരം അവരുടെ ഫിംഗേഴ്സ് ഒന്നും നമ്മളിങ്ങനെ ഉരുട്ടി കഴിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഉരുണ്ടയാക്കിയൊക്കെ അവരുടെ വായി വെച്ച് കൊടുക്കുക അല്ലെ? പക്ഷെ അതിനൊന്നും പറ്റില്ല. പക്ഷെ എങ്കിൽ അവര് വരാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ കുറെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ 5 പേരുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് വാരും. പക്ഷെ ആ വാരലില് ഇവിടെ വരെ എത്തുമ്പോഴേക്കും എന്തുണ്ടാവും? ചിലപ്പോ 1-2 വറ്റുണ്ടായാലേ പിന്നെ അവര് കറക്റ്റ് ആയിട്ട് വായിലേക്ക് ആയിരിക്കില്ല വെക്കുക. അത് കയ്യിൽ നിന്നൊക്കെ താഴേക്കൊക്കെ പോകും അല്ലെ? ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വാരിയൊക്കെ പിള്ളേര് ഒക്കെ ഇടാതിരിക്കാനൊക്കെയാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ they wish to become independent. ചെറുതിൽ തുടങ്ങിയുള്ള കുട്ടിയുടെ ടെൻഡൻസിയാണ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളരുമ്പോഴും ഓരോ സ്റ്റേജസിലും അവർ പറയും ഇത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്തിനാ അല്ലെ? അമ്മ എന്തിനാ സഹായിക്കുന്നത്, അച്ഛൻ എന്തിനാ സഹായിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. ഒരു 10-18 വയസ്സാകുമ്പോഴും ഇത് ചോദിക്കും അല്ലെ? നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ എപ്പോഴും നമ്മുടെ കുട്ടികളെ നമുക്ക് അവരെപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികൾ തന്നെയാണ്. എത്ര വളർന്നാലും നമുക്ക് അവര്
കുട്ടികൾ തന്നെയാണ് അല്ലെ. എന്റെ മോനെ, എന്റെ മോള്, എന്റെ കൊച്ചു എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ ചില ആളുകൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ വളർന്നുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് ഓരോ അച്ഛനമ്മമാരും അവരുടെ ഇത് വെച്ച് നോക്കുമ്പോ അവർക്ക് അവരുടെ എത്ര വലുതായാലും ഇയേഴ്സ് ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ. എന്താ പറയാ, ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാസ് ചെയ്താലും അവർ നമ്മുടെ കൊച്ചുകുട്ടികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിന് അവര് നമ്മളെ കൂടെ വേണം, അതിന് നമ്മൾ കൂടെ വേണം, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക അല്ലെ. സൈക്കിളൊക്കെ ചവിട്ടുന്ന സൈക്കിൾ ചവിട്ടി അത്രയും ദൂരം ഒന്നും പോകാൻ പാടില്ല. നമ്മളെ കുറെ വിലക്കുകള്, ഡോൺസ് അല്ലെ, ഡോണ്ട് ഗോ ഫാർ, അധികം ദൂരെ പോകരുത്, ഇവിടെ ചുറ്റുവട്ടത്ത് ചവിട്ടണ്ട എന്നൊക്കെ നമ്മളിങ്ങനെ കുട്ടികളോട് പറയും. പക്ഷെ അവര് പിന്നെ ഞാൻ അന്നത്തെ കൊച്ചുകുട്ടിയാണോ, അവരിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രായവും ഇതൊക്കെ ആയിരിക്കുമ്പോ അവരിങ്ങോട്ട് ഞാൻ അന്നത്തെ കൊച്ചുകുട്ടിയല്ല, എനിക്ക് ഇത്ര വയസ്സായ അവർ പറയും ഇങ്ങോട്ട് അല്ലെ, ഞങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഇനി പോകുന്നതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ തരാം. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്മൾ കുറച്ച് തുടങ്ങിയിരുന്നു. ഏതായിരുന്നു ചാപ്റ്റർ പറ. Unit 10 Individual differences. Unit 10 individual differences അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു ഫസ്റ്റ് ഒരു പാരഗ്രാഫ്, 1-2 പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു നമ്മൾ അതിൽ നിന്ന് പറഞ്ഞു കേട്ടത്? ആർക്ക് പറയാം എന്താണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫും പിന്നെ അതിന്റെ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതില് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആർക്ക് പറയാം? ആർക്കെങ്കിലും പറയാമോ? ടീച്ചറെ ഞാൻ പറയാമെന്ന് പറഞ്ഞ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വരുമോ? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതിന്റെ ആ ഒരു കണ്ടന്റ് എന്താ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. വാട്ട് ഡു യു നോ അബൌട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയത്? എന്തെങ്കിലും പോയിന്റുകൾ ഓർമ്മയിലുണ്ടോ? എനിബഡി? മിസ് ഒരുപോലെയാണെങ്കിലും പല വ്യത്യാസങ്ങൾ ഉണ്ടാകാന്ന് മിസ് പറഞ്ഞു. ഇപ്പോ തിങ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ജന്മവാസനയായിട്ട് കിട്ടുന്ന ഓരോ കഴിവുകൾ ഉണ്ടാവും. പിന്നെ അവരുടെ മനോഭാവങ്ങള് അത് വ്യത്യാസമായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞത് ജോസ്മിയാണ്. ഓക്കെ ജോസ്മി, അതൊക്കെ തന്നെയാണ്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്, വ്യക്തികളെ സംബന്ധിക്കുന്ന വ്യത്യാസങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്, ഏറ്റവും നമുക്ക് കോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് no two individuals are similar, no two individuals are alike എന്ന് പറയാം. ഈവൻ ഇഫ് they are ട്വിൻസ് ആണെങ്കിൽ പോലും അവരില് പല വ്യത്യാസങ്ങളും കാണും. 2 വ്യക്തികളെ നമ്മൾ ട്വിൻസ് ആണെങ്കിൽ ഏറ്റവും സിമിലാരിറ്റി നമുക്ക് തോന്നുന്നത് ട്വിൻസിലാണ് അല്ലെ. പല കാര്യങ്ങളിലും എന്താ പറയാ, ഇരട്ട കുട്ടികളിലാണ് നമ്മൾ പല കാര്യങ്ങളും ഒരുപോലെ കാണുക. ഒരേ നിറം, ഒരേ മുഖം, ഇവർ 2 പേരും നമുക്ക് തമ്മിൽ കൺഫ്യൂസ്ഡ് ആകും. ഇതാരാണ് പേര് വിളിക്കണം. ഇപ്പൊ മനു 2 പേരുണ്ട്, ഇരട്ടകളാണ്. പക്ഷെ അനു ആരാണെങ്കിലും മനു ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അവരെ ഫോളോ ചെയ്യണം, അവരുടെ പേര് വിളിക്കണം, അനു ഇങ്ങോട്ട് വാ മനു. അപ്പൊ അവര് റെസ്പോണ്ട് ചെയ്യും, കാരണം അവർക്കറിയാം അവരില് അനു ആരാണ് മനു ആരാണെന്ന്. അപ്പൊ അവരുടെ പാരന്റ്സിനെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പുറമെ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരാളുകൾക്ക് പെട്ടെന്ന് അവരെയൊക്കെ പരിചയപ്പെടുത്തിയാൽ ഇതിൽ ആരാണ് ഈ പറഞ്ഞ പേരുള്ള ആളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്വിൻസ് ആയിരിക്കെ പോലും അത്തരം സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിഫർ ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ്. പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈക്ക് ഇന്റലിജൻസ്, ബുദ്ധിയുടെ കാര്യത്തിലാകാം, ബിഹേവിയർ ആകാം, ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങളാകാം, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ജന്മസിദ്ധമായ ചില കിട്ടിയിരിക്കുന്ന വാസനകളിലാകാം അല്ലെ, ഹൈറ്റിലാകാം, വെയിറ്റിലാകാം, കളറിലാകാം. അങ്ങനെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും. ഓക്കെ, അങ്ങനെ ആ ഒരു ഡിഫറൻസ് ആണ് ഓരോ വ്യക്തികളെയും. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ അനിയത്തി, ചേച്ചി, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ എന്റെ അമ്മയെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ എന്റെ അച്ഛനെ പോലെ തോന്നുന്നു എന്ന് പറയുമ്പോ അത് ചിലപ്പോൾ സ്വഭാവ രീതികളിൽ കുറെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം. കളറില് ഒരുപോലെ തോന്നുന്നു, അച്ഛനമ്മയെ അപ്പയും മോളുമാണെന്ന് വിചാരിക്കില്ല, ചേച്ചി അനിയത്തിയാണെന്ന് വിചാരിക്കും എന്നൊക്കെ ചില നമ്മളിങ്ങനെ പറയാറുണ്ട് പല ആളുകളെയൊക്കെ കാണുമ്പോൾ. അമ്മയാണോ അയ്യോ അമ്മയായിട്ട് തോന്നില്ല, ചേച്ചിയായിട്ടാ തോന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് നമ്മൾ ഫിസിക്കലി
കാണുന്നത് കൊണ്ടാണ് അല്ലെ, നമ്മുടെ അപ്പിയറൻസിൽ കാണുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. ഒരു സാമ്യമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ അയ്യോ ഇത് നിങ്ങള് എന്താ പറയാ അമ്മയും മോളും ആണെന്ന് പറയുമ്പോ അതെ നിങ്ങൾ അമ്മയും മോളും ആണോ, അത് കണ്ടാലും മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു എന്താ പറയാ ഐഡന്റിറ്റിക്കലായിട്ട് ഒന്നുമില്ല അവരില് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അത്തരം ഡിഫറൻസുകൾ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയും അവരുടെ പേഴ്സണാലിറ്റി, ഒരു യുണീക്നെസ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടതായിട്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ പോലെ തന്നെ മറ്റൊരാൾ ഉണ്ടാവില്ല എന്നാണ്. എല്ലാം എന്നെ പോലെ തന്നെ എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ എല്ലാവരും പറയും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ പോലെ 7 പേരുണ്ടാകും. വേറെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോ നമ്മളെ പോലെ തന്നെ സദൃശ്യമായി സിമിലാരിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകുമെന്ന്. സിമിലാരിറ്റി ഉണ്ടാകാം പല കാര്യങ്ങളിലും, പക്ഷേ there will be a number of differences. വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അതാണ് ഓരോ വ്യക്തികളെയും പരസ്പരം മറ്റുള്ളവരിൽ നിന്ന് എന്താക്കുന്നത്, യുണീക്ക് ആക്കുന്നത്, ഒറ്റപ്പെട്ടതാകുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായോ? എന്റെ അതേ പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കണമെന്നില്ല. എന്നെ പോലെ തന്നെ ഒരാള് ഒരു ട്വിനായിട്ടുള്ള എനിക്ക് ഒരു ട്വിൻ സിസ്റ്ററോ അല്ലെങ്കിൽ ബ്രദറോ ഉണ്ടെങ്കിൽ ആൾ ചെയ്യുന്നതും ഞാൻ ഒരേപോലെ കാര്യങ്ങളായിരിക്കില്ല ചെയ്യുക, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഓരോ വ്യക്തികളെയും എന്താക്കുക, ഈ പറയുന്ന അവരുടെ യുണീക്നെസ് കൊണ്ടുവരിക. യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്നത്. അതായത് ഞാൻ മാത്രമാണ്, എനിക്ക് എന്താ പറയാ പകരം വയ്ക്കാൻ വേറെ ആളില്ല. ബിക്കോസ് എന്റേതായ സ്വഭാവം, എന്റെ രീതികള്, എന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, എന്റെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, എന്റെ ട്രെയിറ്റ് സ്വഭാവ ഗുണങ്ങള്, അതുപോലെ ചിന്തിക്കുന്നതിനുള്ള കഴിവുകള് അല്ലെ, മെമ്മറി, ഇതെല്ലാം ഒരേപോലെ തന്നെ അതേപോലെ തന്നെ ഡിറ്റോ ആയിട്ട് വേറൊരാൾ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഈ പ്രപഞ്ചത്തിൽ. മനസ്സിലായോ? അതാണ് ഓരോരുത്തരെയും യുണീക്ക് ആക്കി മാറ്റുന്നത്. സോ ദ ട്രൈറ്റ്സ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ഡിഫർ. ഓരോ വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകള്, വികാരങ്ങള്, ചിന്തകള് പലതും ആയിക്കോട്ടെ, പെരുമാറ്റങ്ങള്, എവറിഥിങ് വിൽ ബി ഡിഫറെന്റ്. അത് ഓരോ ആളുകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള ആ വ്യത്യസ്തതയെ, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പാരഗ്രാഫിൽ പറഞ്ഞു തീർക്കുന്നത് അല്ലെ. 2 പാരഗ്രാഫ് പറഞ്ഞില്ലേ? നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞോ? അത് ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതൊക്കെ തന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ഒരാളിൽ നിന്ന് മറ്റൊരാളായിട്ട് വേർതിരിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രത്യേകത ചിലപ്പോൾ ചില കാര്യങ്ങളിലായിരിക്കാം. എന്റെ ബുദ്ധി അറിയും. ഇപ്പൊ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ട്വിൻ ബ്രദർ സിസ്റ്റർ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ട്വിൻ സിസ്റ്റേഴ്സ് ഇരിക്കുമ്പോ അവർക്ക് 2 പേർക്കും എല്ലാം ഒരുപോലെയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് അവരുടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ട് നമുക്ക് കാണുന്നതല്ല, അതല്ലാത്ത വ്യക്തിപരമല്ലാത്ത രീതിയിൽ ഫിസിക്കലായിട്ട് നമുക്ക് ഭൗതികമായി കാണാൻ പറ്റുന്നതല്ലാത്ത മറ്റ് പല പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്നത്, വ്യത്യാസപ്പെടുത്തുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്ക് എന്താണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ, വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് കുറച്ച് പോയിന്റുകളായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എന്താണ് അത് വളരെ കുറച്ച് എന്താ പറയാ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് ഓഫ് വൺ കൈൻഡ്. അത് ഒരു പ്രത്യേക ഡിഗ്രിയാണ്, അല്ലാതെ ഒരു പ്രത്യേക കൈൻഡ്, ഒരു തലമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയല്ല. അതൊരു പ്രത്യേക ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക റേഞ്ച് ആണ്. മനസ്സിലായോ? അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്താണ്, ഡിഗ്രിയാണ്, ഒരു റേഞ്ച് ആണ്. ലൈക്ക് നമുക്ക് അറിയാം എല്ലാവർക്കും ഹ്യൂമൻ ട്രേറ്റ്സ് എന്ന് പറയുന്നതിന് എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ സ്വഭാവ രീതികൾ കുറെ എല്ലാവർക്കും കോമൺ ആണ് അല്ലെ. എല്ലാവർക്കും കുറെ കോമൺ ആണ്. ചില സ്വഭാവ രീതികളൊക്കെ കോമൺ ആയിട്ടുള്ളതുണ്ട്. ഒരു വീട്ടിലെ കുറച്ച് അംഗങ്ങളെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. They may have some common traits. എല്ലാവർക്കും കോമൺ ആയിട്ട് ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്താ ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു 10-12 മണിയൊക്കെ ആകുമ്പോ എന്തുവരും ഒരു ചെറിയ ഉറക്ക ക്ഷീണം അല്ലെ. രാവിലെ വന്ന് 10 മണി തുടങ്ങി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ ചില എന്താ പറയുക ഒരു ക്ഷീണം, ഒരു മടിയൊക്കെ കുറെ 2-3 പീരീഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ 4ാമത്തെ പീരീഡൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്ലാസ്സൊക്കെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കൂടി ഇരിക്കുന്നവരാണല്ലോ അല്ലെ. 10ാം ക്ലാസ് വരെയൊക്കെ അത്തരം ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്തവരാണ്. നമുക്കറിയാം ആ ഒരു സമയമാകുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞു 12:30 ആകുമ്പോഴും ഇതിൽ ക്ഷീണം, വിശപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അത് എല്ലാ കുട്ടികൾക്കും വരും. അതൊരു കോമൺ ട്രേറ്റ് ആണ്, ഒരു കോമൺ ആയിട്ടുള്ള
സംഗതികളാണ്. ചില കാര്യങ്ങൾ ഇൻഡിവിജ്വൽസിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ആ കോമൺ ആയിട്ടുള്ള ആ ഒരു ട്രേറ്റ്സ്, ഓരോ സ്വഭാവ രീതികളും, അവരുടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ, ചിന്താഗതികളായിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, the amount of such traits may differ from people. ഈ പറയുന്ന ഓരോ സ്വഭാവ രീതികളിലും ഉണ്ടാകുന്ന അതിന്റെ അളവില് പലരിലും വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ചില ആളുകൾക്ക് ചില സങ്കടമായിട്ടുള്ള, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സങ്കടമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില ആൾക്ക് ഭയങ്കരമായ സങ്കടം പ്രകടിപ്പിക്കുകയുണ്ട്. അതിയായ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അത് എക്സ്പോസ് ചെയ്യും. സങ്കടം ഭയങ്കരമായിട്ട് കരഞ്ഞോ അല്ലെങ്കിൽ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടിയോ അല്ലെങ്കിൽ ഏങ്ങലടിച്ച് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് ഭയങ്കരമായിട്ട് അത് എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും. ചില ആളുകൾ അത് കൺട്രോൾ ചെയ്യും. കണ്ടോ? അപ്പൊ വ്യത്യാസമുണ്ട്. ഒരു നമ്മളിപ്പോ അത്തരം സങ്കടത്തിന്റെ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ ലൈക്ക് ഒരു മരിച്ച വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ കരയുമ്പോ അത് കാണുമ്പോ എന്താണ് പെട്ടെന്ന് നമുക്ക് എന്താ പറയാ, ചില ആളുകളിൽ ആ സങ്കടം, അവര് കരയുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കടം അവരിലേക്ക് വരും. അവരുടേതുപോലെ എടുത്ത് അവർ ഭയങ്കരമായിട്ട് കരച്ചില് അത് പ്രകടിപ്പിക്കും. അതേസമയം ചില ആളുകൾ അത് കൺട്രോൾ ചെയ്യും. അവരുടെ കണ്ണീന്ന് ജസ്റ്റ് ഒന്ന് ചിലപ്പോ കണ്ണുനീര് വന്നാൽ എന്ന് മാത്രം, സങ്കടം ഇല്ലാഞ്ഞിട്ടില്ല, പക്ഷെ ആ രീതി കണ്ടല്ലോ, ദ എമൗണ്ട് ഓഫ് എക്സ്പ്രസിംഗ് സച്ച് ഫീലിങ്സ്, അത്തരം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ആ ഒരു അളവിലാണ് വ്യത്യാസം. മനസ്സിലായോ? എല്ലാവർക്കും പല പല എന്താ പറയാ സ്വഭാവ ഗുണങ്ങളുണ്ട്. ചില ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ സന്തോഷം അല്ലെ, ചില ആൾക്കാർ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആർത്തുല്ലസിച്ച് അങ്ങനെ ചിരിച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് അത് പ്രസന്റ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ചില ആൾക്കാർ ഓക്കെ അത് ചിരിച്ചു അല്ലെങ്കിൽ അതിന്റെ ആ സന്തോഷം കഴിഞ്ഞു അപ്പൊ തന്നെ അതിനെ കൺട്രോൾ ചെയ്യും. കണ്ടോ? അതാണ് എന്ന് പറയാ ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ്, എത്രത്തോളം ആ ഒരു ഇത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഒരു കാര്യമാണ്. അതാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു ദ യുണിക്നെസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. യുണിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട പേഴ്സണാലിറ്റി. കണ്ടോ? ആ ആള് അങ്ങനെയാണ്, അതിങ്ങനെയുള്ള സാഹചര്യം വന്നാലും പുള്ളി അങ്ങനെയാണ്, പുള്ളിക്കാരി ഇങ്ങനെയാണ്, അത് അവരുടെ വ്യക്തിത്വമാണ്. ദാറ്റ് ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ആ വ്യക്തിയുടെ വ്യക്തിത്വം, വ്യക്തിയുടെ ബിഹേവിയർ അങ്ങനെയാണ്. ചില സാഹചര്യങ്ങൾ നമ്മൾ ആരെങ്കിലൊക്കെ വീട്ടിൽ ചെല്ലുന്നു, നമ്മൾ എങ്ങനെയാണ്, പല ആളുകളും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക അല്ലെ. ഞാൻ എന്റെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ കൂട്ടുകാരിയൊക്കെ കൂടെ പോകുന്നു, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹൗ വി ബിഹേവ്, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ ആയിരിക്കണമെന്നില്ല വേറെ ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താണ്, അതിനെയാണ് നമ്മൾ യുണീക്നെസ് എന്ന് പറയാം. യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തുന്നത്, വേർതിരിച്ച് കാണിക്കുന്നത്. മനസ്സിലായോ? അതാണ്. അപ്പൊ നമ്മളെ പോലെ നമ്മൾ ആലോചിക്കുക, എന്നെ പോലെ വേറൊരു കറക്റ്റ് ആയിട്ട് ഡിറ്റു ആയിട്ട് വേറൊരാളില്ല എന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ട്രേറ്റ്സ്, നമ്മുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ അതിന്റെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള കുറെ ട്രേറ്റ്സ് മനുഷ്യർക്കുണ്ട്, ഹ്യൂമൻ ബിഹേവിയറിലുണ്ട്. പക്ഷെ ഇതിന്റെ എമൗണ്ട് ഓഫ് ഡിഗ്രി ഓഫ് itself ഡിഫറെന്റ് അല്ലെ, എത്രത്തോളം എമൗണ്ട് ഓഫ് എക്സ്പ്രസിംഗ് രീതി എന്നുള്ളതിലാണ് വ്യത്യാസം വരുന്ന ഡിഫറൻസ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ യുണീക്നെസ് എന്ന് വിളിക്കുക. യുണീക്നെസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് മനസ്സിലായോ? All person do have human traits. ഹലോ, മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സൗണ്ട് പറഞ്ഞെടുക്കാമോ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു തമ്പിടുക. ഓക്കെ, അപ്പൊ ഈ എന്താ പറയാ നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ചുരുക്കി പറയാം. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിന്റെ അളവിൽ ഉണ്ടാകുന്ന ഓരോ വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് അവരുടെ ട്രേറ്റ്സിൽ, ഹ്യൂമൻ ട്രേറ്റ്സിൽ എന്തുണ്ടാകുന്നു? വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ആ വ്യത്യാസങ്ങളുടെ അളവുകൾ ക്വാണ്ടിറ്റേറ്റീവ് എമൗണ്ട് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അളക്കാൻ പറ്റുന്നത് അല്ലെ, ഒരു ക്വാണ്ടിറ്റിയിൽ പറയാം. നമ്മൾ പറയും ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ എന്താ പറയാ സ്കൂളുകളിൽ എക്സാം നടത്തുന്നത് അവർക്ക് കിട്ടുന്ന മാർക്കിന്റെ റിസൾട്ട് അനുസരിച്ച് അവരെ നമ്മൾ ഗ്രേഡ് ചെയ്യും അല്ലെ. അവരുടെ ഇന്റലിജൻസ് ആണ് നമ്മൾ അവിടെ അന്നേരം ഗ്രേഡ് ചെയ്യുന്നത്. അവർക്ക് എത്രത്തോളം ഓരോ കുട്ടികളും അവര് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു,
അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകും ഈ കുട്ടി ഇത്രയധികം നന്നായി പഠിക്കുന്ന ആളാണ്. ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിയെ നമ്മൾ വിചാരിക്കും എന്ത് പറയും, ഈസ് മോസ്റ്റ് ഇന്റലിജന്റ് അല്ലെ, ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാണ്, നല്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതൊക്കെ പരീക്ഷയ്ക്ക് നല്ല കൃത്യമായിട്ട് ഒരു പോയിന്റ് പോലും തെറ്റാതെ കൃത്യമായിട്ട് എഴുതുന്ന കുട്ടി. സോ നമ്മളതിന് 100 മാർക്ക്. അപ്പൊ ആ ഒരു മാർക്ക് അങ്ങനെ വന്നു. അടുത്ത ആള് വേറെ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 80 മാർക്കാണ്, 80 മാർക്കാണ്. അപ്പൊ നമുക്ക് പറയാം അതിനേക്കാൾ കുറച്ചുകൂടി താഴെയാണ്. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഒരു ട്രയൽസിലും പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ഇന്റലിജൻസ് ആകാം, മെമ്മറി പവർ ആവാം അല്ലെ, അപ്പൊ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും വ്യത്യസ്തതകളും അവരുടെ വ്യത്യാസങ്ങൾ നമ്മൾ എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒരു അളവായിട്ട് നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും അളന്ന് മനസ്സിലാക്കുന്നുവോ അതിനെയാണ് ആ ഒരു കോൺസെപ്റ്റിനെ ആസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ, മനസ്സിലായോ? ആ പാരഗ്രാഫ് ഫുള്ളൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ നമ്മളുടെ നേച്ചർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ സ്വഭാവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ് ആയിരുന്നു എന്ത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയാണ്. ഡിഗ്രി വെച്ച് അളക്കേണ്ടത് അല്ലാതെ അവരുടെ ഓരോ രീതി വെച്ചിട്ടല്ല, ഡിഗ്രി വെച്ചിട്ടാണ്. ഇന്നാളേക്കാൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്, ഇന്നാളേക്കാൾ കുറച്ചുകൂടി ബുദ്ധിയുള്ള ആളാണ്, മെമ്മറി പവർ ഉള്ള ആളാണ്, മറ്റ് പാടാൻ നല്ല കഴിവുള്ള ആളാണ്. നോക്കുക, അപ്പൊ ആ ഒരു ഡിഗ്രിയാണ്, അളവിന്റെ ആ ഒരു തോത്, അളവ് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരിയഡല്ല. അപ്പൊ നേച്ചറിൽ വന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഈസ് വൺ ഓഫ് ഡിഗ്രി നോട്ട് ഓഫ് എ കൈൻഡ് എന്ന് പറയുന്നതിൽ വീണ്ടും സബ് പോയിന്റ് വന്നിട്ടുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയിൽസ് എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയിൽസ് എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, ഇപ്പൊ നമ്മള് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ട്രെയ്റ്റ്സ്, അവരുടെ സ്വഭാവ രീതികള്, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഗുണങ്ങള്, അവരുടെ എന്താ പറയാ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, മറ്റു കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുമ്പോൾ ഇതെല്ലാം എന്താ പറയാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് 10 കുട്ടികളെ എത്തിയിരിക്കുന്നു, ആ 10 കുട്ടികളുടെ ഇന്റലിജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരെ കുറിച്ച് ചെയ്യിപ്പിക്കുന്നു, ചിലപ്പോൾ ഒരു മാത്സിന്റെ പ്രോബ്ലം ആയിരിക്കാം, നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായ രീതിയിൽ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഹൗ ദേ ഗിവ് ദ സൊല്യൂഷൻ, അതിന് അവരെങ്ങനെ നമുക്ക് ആ ഒരു സോൾവ് ചെയ്ത് തരുന്നു, ആ ഉത്തരം അവരെങ്ങനെ കണ്ടെത്തി തരുന്നു, അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ചില ആളുകൾ എളുപ്പമെന്ന് പല രീതി എന്താ പറയാ പെട്ടെന്ന് അതിനെ ഉത്തരം തരും. ചില ആളുകൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ചും കൂടി സമയം എടുക്കേണ്ടി വരും. അവർ ചെയ്തു വരുന്ന ആ ഒരു വേ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആണല്ലോ കണക്കൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ചെയ്തു വരുന്ന വേ ഒക്കെ തിരുത്തി അല്ലെങ്കിൽ ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. സോ അതൊക്കെ മെഷർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഈ പറയുന്ന ഓരോ ഗുണങ്ങളും നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിയമത്തിൽ അധിഷ്ഠിതമാണെന്നാ പറയുന്നത്. അതായത് ഏത് നിയമമാണെന്ന് അറിയാം, ലോ ഓഫ് നോർമൽ പ്രൊബബിലിറ്റി കർവ്, NPC എന്ന് പറയും, നോർമൽ പ്രൊബബിലിറ്റി കർവ്. അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു എന്താ പറയാ നമ്മളുടെ ഈ പറയുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, മറ്റ് പല കാര്യങ്ങളും, ഇപ്പൊ ഹൈറ്റ്, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഇതൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്തിനാണ് നമ്മൾ അവർക്ക് പരീക്ഷ നടത്തിയിട്ട് അവരെ ഗ്രേഡ് ചെയ്യുന്നത്? ഡിഫറൻസ്. തീർച്ചയായിട്ടും 50 കുട്ടികളോ 40 കുട്ടികളോ ഒരു ക്ലാസ്സിലുണ്ടെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം, സങ്കല്പിക്കുക. ഈ 50-40 കുട്ടികളുള്ള ക്ലാസ്സിൽ നമ്മൾ പല മിഡ് ടേം എക്സാംസ് വരുന്നു, ഹാഫ് ഇയർലി എക്സാം വരുന്നു, ഫൈനൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ കുട്ടികളെ മറ്റു കുട്ടികളിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് ആ ഓരോ ഇൻഡിവിജ്വൽസിനെ, ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വൽ ആണ്, അവരുടെ ഡിഫറൻസുകളൊക്കെ മനസ്സിലാക്കുകയാണ്. അവരുടെ ഡിഫറൻസുകൾ എന്ന് പറയുമ്പോൾ അവരുടെ എന്ത് ഡിഫറൻസാ, അവരുടെ ട്രെയ്റ്റ്സില്, അവരുടെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്റലിജൻസ്, മെമ്മറി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പല കാര്യങ്ങളും എത്രത്തോളം അവര് ഓരോ കാര്യങ്ങളെയും ഫേസ് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ മെഷർ ചെയ്യുക എന്നതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലോ, ഏത് പർട്ടിക്കുലർ ലോ ആണ്, ലോ ഓഫ് നോർമൽ പ്രൊബബിലിറ്റി കർവ്.
ഈ ഒരു ബേസിസിലാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത് സ്വഭാവ ഗുണങ്ങളിൽ. ഫോർ എക്സാമ്പിൾ, ഈ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ നമ്മള് കർവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മള് എന്താ പറയാ, മാത്സ് ഒക്കെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 10th വരെയൊക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ കൊമേഴ്സുകാരാണെങ്കിലും അതുപോലെ തന്നെ സയൻസ് പഠിച്ചവരായിക്കോട്ടെ, അവർക്കൊക്കെ ഈ കർവ് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? കർവ് എന്ന് കേട്ടിട്ടുണ്ടോ? വക്രം എന്ന് കേട്ടിട്ടുണ്ടോ? നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതാ വക്രമാണ്. ഒരു സാധ്യതാ വക്രം. സാധ്യതാ വക്രം അതിന്റെ ഷേപ്പ് എന്താണെന്നറിയോ? അപ്പൊ ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഒരു എന്താ പറയാ, നമ്മളുടെ XY ആക്സിസിൽ XY അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? XY ആക്സിസ് ഒക്കെ വരച്ച് ഗ്രാഫ് ഒക്കെ വരച്ചിട്ടുണ്ടോ? പറയ്, നിങ്ങൾ പറ. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മള് ഗ്രാഫുകളൊക്കെ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു XY ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ, XY ആക്സിസ് ഒക്കെ വരച്ചതൊക്കെ മറന്നു പോയോന്നാവോ? ഈ ഒരു XY ആക്സിസ് ഫുള്ള് ആയിട്ട് വരയ്ക്കുന്നത് ഒരു L ഷേപ്പിലാണ്. കാണാൻ പറ്റുന്നുണ്ടോ? L ഷേപ്പിൽ ഞാനിവിടെ വരച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? XY ആക്സിസ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ നോർമൽ പ്രോബബിലിറ്റി കർവ് എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? ഇപ്പൊ വീണ്ടും വരച്ച് കാണിക്കാം. ഒരു ബെൽ ഷേപ്പാണ് നമ്മുടെ ഈ നോർമൽ പ്രോബബിലിറ്റി കർവിനുള്ളത്. ബെൽ ഷേപ്പ്. ബെല്ല് വേണമെന്ന് നന്നായിട്ട് ഡാർക്ക് ചെയ്ത് വരയ്ക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോ കാണാൻ പറ്റുമോ അറിയുന്നതുകൊണ്ടാണ്. ഞാനവിടെ ഒരു 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ABC എന്ന് ഞാൻ മാർക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. വരയ്ക്കേണ്ടി വരുമൊന്നുമില്ല, വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കർവൊക്കെ കണ്ടപ്പോ ഒന്ന് വരയ്ക്കുന്നത്. ഒരു ബെല്ലിന്റെ ഷേപ്പാ. ബെല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ പള്ളിയിലൊക്കെ മുകളിൽ ഇങ്ങനെ ഇതിന്മേ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബെല്ലാണ് അല്ലെ? അത് തന്നെ, ആ ബെല്ല് തന്നെയാണ്, വേറെ ബെല്ലല്ല. നമ്മുടെ വീട്ടിലെ ബെല്ലൊന്നുമല്ല, ഈ ബെല്ലാണ്. ഇങ്ങനത്തെ ഒരു ബെൽ ഷേപ്പാണ്. അതിന് ഞാനിവിടെ ഒരു A എന്നും മുകളിൽ B എന്നും ഇവിടെ ഒരു C എന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവോ? ABC. ഈ B എന്ന് പറയുന്നത് ഈസ് ദ പീക്ക് ലെവൽ. ഈ B എന്ന് പറയുന്ന പോയിന്റിൽ അതൊരു പീക്ക് ലെവലാണ്. ഈ ഒരു ബെൽ ഷേപ്പ് ഞാൻ ഇവിടെ കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോ? ഒരു XY ആക്സിസ് വെച്ചു. ഈ താഴെ കാണുന്നതാണ് X ആക്സിസ്. ഈ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നതാണ് Y ആക്സിസ് കേട്ടോ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കുത്തനെ. ഈ ഹൊറീസോണ്ടൽ ആയിട്ട് വരച്ചിരിക്കുന്ന വരെയാണ് X ആക്സിസ്. താഴെ തിരശ്ചീനമായിട്ട്, മലയാളത്തിൽ അതിനെ തിരശ്ചീനം എന്ന് പറയും. ഹൊറീസോണ്ടൽ, ഇത് വെർട്ടിക്കൽ കേട്ടോ, കുത്തനെ ഉള്ളത്. ആ ഒരു ആക്സിസിന്റെ ഉള്ളില് നമ്മൾ ഒരു ബെൽ ഷേപ്പിലുള്ള നോർമൽ പ്രോബബിലിറ്റി കർവ് ആണ് ഈ വരച്ചേക്കുന്നത് കേട്ടോ. ഈ കർവിന്റെ ഷേപ്പ് ഇതാ, ഇതൊരു ബെൽ ഷേപ്പാണ്. ഇനി ഈ ബെൽ ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ അവിടെ ഇരിക്കട്ടെ, ഓർമ്മയിൽ ഇരിക്കട്ടെ. അത് എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലോ പ്രകാരം, അതായത് ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് ഏതൊരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ വ്യക്തികളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ, വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുണ്ട്, അലീസ്, മോത്തസ് ഉണ്ട്, അങ്ങനെ ഓരോരുത്തരുണ്ട് അല്ലെ, നയനയുണ്ട്, ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ പറയുന്ന ഒരു ലോയുമായിട്ട് ചെറിയൊരു എന്താ പറയാ, ആ ഒരു തിയറിയുമായിട്ട്, ആ ഒരു ലോ, നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്ന ആ ഒരു ലോയുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടിയുടെ എന്താ പറയാ മാർക്ക്, പരീക്ഷ എടുത്തു എന്ന് വിചാരിക്കാം. പരീക്ഷയുടെ മാർക്ക് വന്നു. അപ്പൊ ഒരു 10-40 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക. ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നമ്മൾ നോക്കുകയാണ്. മാർക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാം, ആ റിസൾട്ട് വന്നു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയം, മാത്സ് ആണെന്ന് വിചാരിക്കാം. മാത്സിന്റെ മാർക്ക് വന്നു. മാർക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്കറിയാം, ചിലപ്പോ 0 മാർക്ക് കിട്ടുന്നത് മുതൽ 80 മാർക്കും കിട്ടിയ കുട്ടി വരെയും ഉണ്ടായിരിക്കാം, ഇല്ലേ? ഉണ്ടാകുമല്ലോ, ഒബ്വിയസ്ലി ഉണ്ടാകും. 0 മാർക്ക്, അതായത് ഒരു ഉത്തരം പോലും എഴുതാതെ 0 മാർക്ക് കിട്ടിയ കുട്ടിയും ഉണ്ടാകാം. അതോടൊപ്പം തന്നെ 80 ഔട്ട് ഓഫ് 80, 80 മാർക്ക്, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കാം. 80 മാർക്ക് കിട്ടിയ കുട്ടി ഉണ്ടായിരിക്കാം. പക്ഷേ ഇൻ ബിറ്റ്വീൻ, ഇതിനൊക്കെ ഇടയില് എന്താ പറയാ, ബാക്കി മാർക്കുകളുണ്ട്. 0, 8 മാർക്ക് കിട്ടാത്തതും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടികൾ മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാകുക? തീർച്ചയായിട്ടും അല്ല. ഈ പറയുന്ന സകലമാന സംഖ്യകൾ 80 വരെയുള്ള 0-നും 80-നും ഇടയിലുള്ള
മിക്ക സംഖ്യകളും മാർക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് എന്താണെന്നറിയോ? ഇതില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതായിരിക്കും ആർക്കായിരിക്കും അറിയോ? ഇതിന്റെ ഒരു ആവറേജ് ആയിരിക്കും. 0-ന്റെയും 80-ന്റെയും ആവറേജ് എത്രയാ? 40 ശരാശരിന്ന് മനസ്സിലായി. ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരാശരി മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടാകുക. എന്ന് വെച്ചാൽ ഒരു 40-ന്റെ 50-ന്റെ ഒക്കെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 30-ന്റെ 50-ന്റെ ഒക്കെ, എന്ന് വെച്ചാൽ 40-ന്റെ അപ്പുറപ്പുറമൊക്കെ കിടക്കുന്ന കുറച്ച് സംഖ്യകളായിരിക്കും കൂടുതലും കുട്ടികൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകുക. കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടിയിരിക്കുന്നത് ആവറേജ് മാർക്കായിരിക്കും. മനസ്സിലായോ? എന്നാൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. അതാണ് ഈ ബെൽ ഷേപ്പിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ബെൽ ഷേപ്പിനകത്ത് എവിടെയായിരിക്കും നമ്മൾ എന്താ പറയാ ആവറേജ് മാർക്ക് കിട്ടിയ കുട്ടികളെ ഇതിനകത്ത് ഈ ബെൽ ഷേപ്പിൽ നമ്മൾ എവിടെയായിരിക്കും കാണാൻ പറ്റുക? ഈ ബെൽ ഷേപ്പില് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാനിവിടെ 3 പോയിന്റ് കൊടുത്തല്ലോ, ABC കൊടുത്തല്ലോ, ABC. ആണോ? സി ആയിരിക്കും. ബി അല്ലേ? വെരി ഗുഡ്. ബി. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ടാകാവുന്ന മാർക്ക് എന്ന് പറയുന്നത് ഈ ബിയിലായിട്ടുള്ളൂ. കാരണം ദാറ്റ് ഈസ് ദ പീക്ക് പോയിന്റ്സ്. പീക്ക് ഏറ്റവും കൂടുതൽ എണ്ണം കുട്ടികൾ ഈ ഒരു വിഭാഗത്തിലായിരിക്കും വരിക. ആവറേജ് മാർക്ക് കിട്ടിയവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. എന്നാൽ തീരെ മാർക്ക് കുറഞ്ഞവര് താഴെയായിരിക്കും. അതേപോലെ തന്നെ തീരെ ഭയങ്കരമായിട്ട് ഏറ്റവും 80 ഔട്ട് ഓഫ് 80-യും 78-ഉം 79-ഉം അല്ലെങ്കിൽ 75-ന് എബവ് കിട്ടിയവര് വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടാവുള്ളൂ. 2-3 വിരലിൽ ഉണ്ടാവുന്ന 2-3 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 0 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്, ദാറ്റ് മീൻസ് ബിലോ 10 മാർക്ക് കിട്ടിയതും വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടാവുള്ളൂ. കൂടുതലും കുട്ടികൾക്ക് ആവറേജ്, അത് ആ പീക്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെ കാര്യം എടുക്കുക. അത് നമ്മളൊരു മാർക്കിന്റെ കാര്യം വെച്ചാണ് പറഞ്ഞത്. മാർക്ക് ഒരു ക്ലാസ്സിൽ കിട്ടിയ കുട്ടികളുടെ മാർക്ക്, അവരുടെ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഒന്ന് എന്താ പറയാ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. വ്യത്യാസം എന്താണെന്ന് നോക്കിയപ്പോ വി ഫൈൻഡ് ദാറ്റ് നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് ആവറേജ് സ്റ്റുഡൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാകുക. അത് ആ എണ്ണമായിരിക്കും കുട്ടികളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അതാണ് പീക്ക് പോയിന്റ് വന്നത്. ഇതേപോലെ തന്നെ നമ്മളൊരു ക്ലാസ്സിലെ എന്താ പറയാ ഇന്റലിജൻസ്, കുട്ടികളുടെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ കുട്ടികളെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെങ്കിലും അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും എന്താ പറയാ ഒരു ആവറേജ് ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും ഈ പറയുന്ന എവിടെ വരിക? പീക്കിൽ വരിക, ആ മുകളിലത്തെ ഭാഗത്ത് വരാം. ആവറേജ് ബുദ്ധി എന്ന് വെച്ചാൽ ഭയങ്കരമായ ബുദ്ധിയില്ല, തീരെ ബുദ്ധി കുറവില്ല, അങ്ങനെയുള്ള കുട്ടികൾ. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഹൈറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു ക്ലാസ്സില് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു 10ാം ക്ലാസ്സിൽ ചെല്ലാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആവറേജ് എത്രത്തോളം ഹൈറ്റ് വേണം എന്നുള്ളത് ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ഒരേപോലെ ഹൈറ്റ് വന്നിരിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടെത്തിയാൽ മനസ്സിലാവും. ഒരു 10ൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ പറയാ എത്രത്തോളം ഹൈറ്റ് വേണം എന്ന് ആ ക്ലാസ്സിൽ അങ്ങനെയല്ലേ? ഓരോ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. അതേസമയം ആ ഹൈറ്റിനേക്കാൾ, ആ ആവറേജ് ഹൈറ്റിനേക്കാൾ തീരെ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ല എന്നില്ലല്ലോ. ക്ലാസ്സിൽ ഉണ്ടാകില്ലേ? ക്ലാസ്സിലുണ്ടാകുമോ? കുറച്ച് കുട്ടികൾ ഉണ്ടാകുമല്ലോ. അയ്യോ, ഇവരെ കണ്ടു കഴിഞ്ഞാൽ 10ൽ പഠിക്കുന്ന തോന്നില്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അത്രയും പൊക്കം കുറഞ്ഞ കുട്ടി ഉണ്ടാകും. പക്ഷെ ഓൾമോസ്റ്റ് കൂടുതൽ കുട്ടികളും ആരായിരിക്കും? ആവറേജ് എല്ലാവർക്കും ഒരേപോലത്തെ പൊക്കമുള്ളവരായിരിക്കും. തീരെ പൊക്കം കുറഞ്ഞതും തീരെ പൊക്കം കൂടിയതും ഭയങ്കരമായി പൊക്കം ഉയർന്ന ഭയങ്കര ഹൈറ്റിലുള്ളത്, അതായത് ആ ക്ലാസ്സിലല്ല, ഇതിനേക്കാളും വലിയ എന്താ പറയാ നല്ല ഹൈറ്റ്. ചില ആളുകളുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ പൊക്കത്തിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. കുട്ടികൾ ഭയങ്കരമായിട്ട് ഹൈറ്റ് വരും. ഇപ്പോഴാണെങ്കിലും കുട്ടികൾ ഓരോ കളികളിൽ ഇങ്ങനെ ഏർപ്പെടാൻ പോകും. ബാസ്കറ്റ് ബോള്, അതുപോലെ തന്നെ വോളിബോൾ, ഇതൊക്കെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ഗെയിംസ് ആണ് അല്ലെ? അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത്തരം കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഒത്തിരി പൊക്കോ. അവരെയൊക്കെ 10ാം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര പൊക്ക. അത് 6-7ാം ക്ലാസ്സിൽ തുടങ്ങിയൊക്കെ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഏജ് തുടങ്ങി ആ ഒരു ക്ലാസ് തുടങ്ങി പിള്ളേരെ ഈ പറയുന്ന ഗെയിംസിലേക്കൊക്കെ ചേർക്കും. അപ്പൊ അവർക്ക് അതിൽ എന്താ പറയാ ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. എന്താ പറയാ പൊക്കം വെക്കാം, അവരുടെ ബോഡി ഇതാക്കാം. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിനൊക്കെ ചേർന്നാൽ മാർക്കും ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ് അല്ലെ? കുട്ടികളൊക്കെ അത് ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോ കൂടി ഇതിന്റെ കൂടെ
ചേർത്ത് വെക്കുന്നത്. ഇതിലൂടെയാണ് നോർമൽ പ്രോബബിലിറ്റി കർവ്. ആൻഡ് ആ ഒരു കർവിന്റെ ഷേപ്പാണ് ബെൽ ഷേപ്പാണ് കേട്ടോ അതിനുള്ളത്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന, അതായത് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം മെഷർ ചെയ്യാനായിട്ട് ടെൻഡ് ചെയ്യുന്ന ഒരു ലോ കൂടിയാണ് നമ്മുടെ നോർമൽ പ്രോബബിലിറ്റി കർവ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, ഞാനൊന്ന് ലാസ്റ്റ് വായിപ്പിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ഒന്നും തീർത്തിട്ടുണ്ട്. എന്താ കുറച്ച് കൂടുതൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. നിങ്ങൾ തന്നെ വായിക്കുന്നില്ലേ? എല്ലാവരും ഒന്ന് വായിക്കുന്നില്ലേ? ഓക്കെ, സെന്റൻസ് ഒന്ന് വായിക്കണേ. നമ്മള് വായിക്കുന്നില്ല, ഞാൻ കാര്യം പറഞ്ഞു പോകുമ്പോ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിക്കാം. ഇനി അടുത്ത പോയിന്റ്, ഈ പറയുന്ന നേച്ചർ ഓഫ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനകത്ത് അടുത്ത പോയിന്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ ഓഫ് 1 ഡിഗ്രി നോട്ട് ഓഫ് എ കൈൻഡ്. അതൊരു പ്രത്യേക തലമല്ല, അത് ഒരു പ്രത്യേക ഡിഗ്രിയാണ് അല്ലെ, ഒരു പ്രത്യേക പെർസെന്റേജോ ഡിഗ്രിയോ. ആളുകളുടെ സ്വഭാവ രീതികളിൽ എല്ലാം തന്നെ കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ആ കോമണിൽ നിന്ന് ചില അളവുകളിലാണ് വ്യത്യാസം. പക്ഷെ പൊതുവായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന്റെ തോതിലും അളവിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് നമ്മളിപ്പോ പറഞ്ഞ 2 ഉദാഹരണം. ഒന്ന്, ക്ലാസ്സിൽ പരീക്ഷ നടത്തി, കുട്ടികൾ എല്ലാവരും പരീക്ഷ ചെയ്തു, പക്ഷെ 0 മാർക്ക് കിട്ടിയ കുട്ടിയും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിയും ആവറേജ് മാർക്ക് കിട്ടിയ കുട്ടി. എന്തുകൊണ്ട്? എല്ലാവരെയും ടീച്ചർ ഒരുപോലെയല്ലേ ക്ലാസ്സിലെത്തി പഠിപ്പിച്ചത്? എല്ലാവർക്കും ഒരുപോലെയാണ് പഠിപ്പിച്ചു കൊടുത്തത്, എല്ലാവരും പഠിച്ചതും ഒരുപോലെ തന്നെ. പക്ഷെ അത് പഠിച്ചെടുത്ത അളവുകളുടെ വ്യത്യാസം ഉണ്ടായിരിക്കാം, അവന്റെ മെമ്മറിയിൽ അവനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്റെ മെമ്മറി ആയിരിക്കില്ല വേറൊരാൾക്ക്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ അവരുടെ മെമ്മറിക്ക് കേപ്പബിലിറ്റി ഉണ്ടാകും അല്ലെ. അതാണ് വ്യത്യാസം, ആ ഒരു അളവിലാണ് വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇച്ചിരി പാടുള്ള ഒരു വിഷയമാണ്, എങ്കിലും നമ്മൾ കാര്യങ്ങൾ ഇതിന്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അവരുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്, there exist both inter-individual and also intra-individual difference. എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? 2 രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന്. ഒന്ന് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും മറ്റൊന്ന് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസും. What is inter-individual difference? Inter means the difference between 2 individuals. 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 2 വ്യക്തികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ഇങ്ങനെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ കുറച്ചു നേരം മാറി നിന്ന് നമ്മൾ അവരുടെ പ്രവർത്തികളോ മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ we can find difference between them. അവരുടെ ചില ചെയ്തികളില്, സ്വഭാവങ്ങളില്, രീതികളില്, ഇമോഷൻസില്, പല കാര്യങ്ങളിലും മൂഡ് സ്വിങ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഡിഫർ എമംഗ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ചില പ്രത്യേക സ്വഭാവമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ 2 പേരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യസ്തതകളാണ് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാണുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. പക്ഷേ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇൻട്രാ മീൻസ് ദ ഡിഫറൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇറ്റ്സെൽഫ്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളില് ഒരു വ്യക്തിയിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ്. ഒരു വ്യക്തിയിൽ തന്നെ മാറ്റങ്ങൾ. രാവിലെ ഭയങ്കര സന്തോഷത്തോടെ വളരെ ഹാപ്പി മൂഡിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ജോലിക്കോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഒരു രാവിലെ കഴിഞ്ഞ് ഒരു ഉച്ചയാകാറൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ മൂഡ് സ്വിങ് അല്ലെ, മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഫീലിങ്സ്, ഇമോഷൻസ് ഏറ്റവും കൂടുതൽ എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുന്നത് മനുഷ്യരിലാണ്. കാരണം ഓരോ സാഹചര്യം നമുക്ക് വരുന്ന ചില നമ്മളിലേക്ക് വരുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആകും, സങ്കടം വരും, ദേഷ്യം വരും അല്ലെ. ഇപ്പൊ ഏതെങ്കിലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോകുമായിരുന്നു, പക്ഷെ നമ്മുടെ ജോലി സ്ഥലത്തെത്തി അല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയേണ്ടി വന്നു. ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നമ്മളെ റിലേറ്റ് ചെയ്ത മറ്റൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും. അത്തരം ഒരു കാര്യം നമ്മൾ കേൾക്കാനിടയായി. സോ വി ബിക്കം എന്താ, നമുക്ക് എന്താകും, വി ബിക്കം മൂഡ് ഓഫ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും അല്ലെ. ഇന്ന് കാലത്ത് വന്ന ആ സന്തോഷമൊക്കെ അങ്ങനെ മാറും. ചിലപ്പോൾ ദേഷ്യത്തിൻ്റെതായ കാര്യമാണോ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെതാണോ, അങ്ങനത്തെ പ്രകടനമാണ്. അപ്പൊ ഒരു വ്യക്തിയിൽ തന്നെ എപ്പോഴും വ്യത്യാസങ്ങളുണ്ട്. രാവിലെ തുടങ്ങി രാത്രി നമ്മൾ കിടക്കുന്നത് വരെ we will not have same traits. നമുക്ക് ഒരേ സ്വഭാവ ഗുണമായിരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞേ, ആണോ? കുട്ടികൾ ചിലപ്പോ
അലമ്പുണ്ടാകുമ്പോ ഇനിയിപ്പോ ആ കാലഘട്ടമാണ് 2 മാസത്തോളം നമ്മള് കുട്ടികളുമായിട്ടൊരു മലപ്പിടുത്തമാണ് വീട്ടില് അല്ലെ. അപ്പൊ അവര് ചിലപ്പോ കുത്തക്കടൊക്കെ കാണിക്കും. രാവിലെ വളരെ ഇനി നിന്ന് പിള്ളേരോട് വഴക്കൊന്നും കൂടരുത്, പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ നടക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കുറെ കഴിയുമ്പോ അവറ്റകൾ എന്തെങ്കിലും കുത്തക്കട കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ അവരെ എടുത്ത് കാണിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് അത് സങ്കടമാവും. അന്നത്തെ ദിവസം പോയിട്ടില്ല. അപ്പൊ നമ്മുടെ സ്വഭാവം 2-3 രീതിയിൽ കൂടി കടന്നു പോകും. That is the difference between inter-individual difference and intra-individual difference. മനസ്സിലായോ? The difference noticed within the same person. ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ പല സമയങ്ങളിൽ കാണുന്ന വ്യത്യാസങ്ങളാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എങ്കിൽ, ഓരോ വ്യക്തികളില് 2 വ്യക്തികളിൽ കാണുന്ന വ്യത്യാസങ്ങളാണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസും എന്താണെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സയ്യദ് മുഹമ്മദ് ആരാണ്? വായിക്കോ? ഇപ്പൊ നമ്മൾ എടുത്തത് വരെ സയ്യദ് മുഹമ്മദ് അങ്ങനെയല്ലേ വായിക്കാം? സാനിത. മോന്റെ പേരത്. മോന്റെ പേരാണ്. ഓക്കെ. ഇയാളുടെ പേരെന്താണ്? സാനിത. സാഹിദ. സാനിത. സാനിത. ഓക്കെ, സാനിത ഒന്ന് വായിക്കേ. സാനിത ഒന്ന് വായിച്ചേ. എവിടെ തുടങ്ങിയാതോ? ആ 1 എന്ന് നമ്പർ ഇട്ടേക്കുന്ന പോയിന്റ് തുടങ്ങി. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ 1 ഡിഗ്രി not 1 kind. അവിടെ പോയി വായിക്കേ. All persons do have common human traits, but the amount and properties of such traits differ from person that leads to uniqueness of personality and behavior. So the concept of individual difference means two quantitative difference found among individuals in respect of a specific trait or various traits. Normal distribution of traits. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. B. There exists both the inter-individual and intra-individual difference. Individuals not only differ among themselves with regard to a specific traits, but differences may also be noticed within the same individual when he is studied in respect of various traits. Okay. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത പോർഷനിലേക്ക് പോകട്ടെ. നമ്മള് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ ഓഫ് ഡിഗ്രി 1 ഡിഗ്രി ആണ്, നോട്ട് ഓഫ് കൈൻഡ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇനി വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്താണ്? ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസില് വിദ്യാഭ്യാസം എന്തിനാ ഇവിടെ പറയുന്നത് നമ്മള്? അതായത് ഇൻഡിവിജ്വൽസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ വ്യക്തികളിൽ തന്നെ പല വ്യത്യാസങ്ങളും, സ്വഭാവ രീതികളിൽ, ഇമോഷൻസില്, ഫീലിങ്സിൽ നമുക്ക് വേരിയേഷൻസ് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് എന്തിന്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ? ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം, അതാണ് അടുത്ത പോയിന്റ്. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്കറിയാം, നമ്മുടെ മുന്നിലിരിക്കുന്ന, നമ്മൾ ഇനി കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് അല്ലെ. ചെറിയ കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ എന്ത് ബേസിക് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു അതാണ് അവരുടെ ജീവിതകാലം മുഴുവനും അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദാറ്റ് മീൻസ് ബേസിക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ബേസ് സ്ട്രോങ് ആണെങ്കിൽ അല്ലെ, ബേസ് സ്ട്രോങ് ആണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളും അല്ലെങ്കിൽ എന്ത് ഡിഫിക്കൽട്ടീസും ഒക്കെ വന്നാലും അവിടെ ഉറച്ചു നിൽക്കാനായിട്ട് ആ ബേസ്മെന്റ് ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആണെങ്കിൽ പറ്റും. അത് ഏത് കുട്ടിക്കും വരും. അപ്പൊ നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് കൊടുക്കേണ്ട വിദ്യാഭ്യാസമാണ് KG, കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന്, പീപ്പിൾസിന് കൊടുക്കുക. അപ്പൊ ഈ KG സെഷനിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു വിദ്യാഭ്യാസം എങ്ങനെയുള്ളതായിരിക്കണം? സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കണം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ തുനിയുന്ന നമ്മളാണ് ആര്?
മോണ്ടിസോറി ടീച്ചേഴ്സ്, നിങ്ങൾ ടീച്ചേഴ്സ് ആകാനുള്ള ഒരു പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ ഇപ്പോഴേ തുടങ്ങി നമ്മളത് മനസ്സിലാക്കുക. നമ്മുടെ മുന്നിലിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കേണ്ട കുട്ടികളാണ്. അല്ലാതെ നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, നമുക്ക് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, മനസ്സിലാക്കി കൊടുക്കാം, അങ്ങനെയല്ല. ചെറുതിലേ തുടങ്ങി നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്താണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. നമ്മൾ പഠിക്കുന്ന ആൽഫബറ്റ്സ്, അക്ഷരമാലകള്, ഇതൊന്നും നമ്മൾ മറക്കുന്നില്ല. ചെറിയ ചെറിയ സ്പെല്ലിംഗ് വേർഡ്സ് അല്ലെ, അതൊക്കെ നമ്മൾ എത്ര ചോദിച്ചാലും അപ്പം നമ്മളിപ്പോ ചില കുട്ടികൾ പറയുന്നതല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്താ പറയാ, വീട്ടില് അനിയനൊക്കെ ഉണ്ടെങ്കിൽ LKG പഠിക്കുമ്പോ, അയ്യോ ഇത് ഈ കൊച്ചിന് അറിയില്ലേ, എനിക്ക് ഇതൊക്കെ ഞാൻ LKG തന്നെ പോയി പഠിക്കാൻ എനിക്ക് ഇഷ്ടം എന്നൊക്കെ ആ കുട്ടി പറയും. കാരണം എന്താ, അവിടെ അവൻ പഠിച്ചത് അത് അടിത്തറയിട്ട് പഠിച്ചു. കാരണം ആ ചെറിയ പ്രായത്തിൽ നമ്മൾ ലേൺ ചെയ്യുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഏർണിങ്സ്. അന്ന് നമ്മൾ പഠിച്ച ആ പാഠങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് ക്ലിയർ ആണെങ്കിൽ, അത് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏത് വലിയ വലിയ സെന്റൻസുകളും വലിയ വലിയ പാരഗ്രാഫുകളും ഒക്കെ നമുക്ക് മറികടക്കാൻ പറ്റും അല്ലെ. അപ്പൊ കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, ഞാനിപ്പോ ഓർത്തപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസില് നോളജ് ഓഫ്, അതായത് കുട്ടികളുടെ അറിവുകൾ, കുഞ്ഞു പിള്ളേരുടെ പീപ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾ അല്ല, പീപ്പിൾ ആണ്, കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. അവർക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള, നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പൊ ഇവരുടെ അറിവ്, ഇവർക്ക് കൊടുക്കേണ്ട അറിവില് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? ഏറ്റവും ഇമ്പോർട്ടൻസ് ടീച്ചറിനാണ്. കാരണം തന്റെ മുന്നിലിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ നോളജ്, അറിവ് പകർന്നു കൊടുക്കാൻ ഒരു ടീച്ചർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർ ഓരോ കുട്ടികളുടെ എന്തറിഞ്ഞു കൊടുക്കണം, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയാണ് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്, അറിവ് പകർന്നു കൊടുക്കേണ്ടത് അല്ലെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് കിട്ടുന്ന അറിവല്ല, ഇപ്പൊ ചില കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം ആ കുട്ടിക്ക് കമ്പയർഡ് ടു ദ അതർ സ്റ്റുഡൻസ്, മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവൻ ചിലപ്പോ 1-2 പ്രാവശ്യം എഴുതിയോ പറഞ്ഞോ കൊടുത്തപ്പോ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ആ ഒരു ഇന്റലിജൻസ്, ആ ഒരു നോളജ് എന്താ പറയാ നമ്മുടെ മറ്റേ കുട്ടിക്കില്ല. അപ്പൊ ആൾക്ക് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സമയം ആൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ആളെ നമ്മൾ കൂടുതൽ ഇതാക്കി കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ്, കുട്ടികളെ മനസ്സിലാക്കണം. അവര് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങള്, അവര് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങള് ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഹാവ് ടു ബി അപ്രീസിയേറ്റഡ്. എന്ത് ചെയ്യണം, അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കണം, അവരെ അനുമോദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. വെൽ ഡൺ അല്ലെ, വെരി ഗുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടികൾ തുടങ്ങി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ അവരെ ഏത് രീതിയിലാണ് അവർക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത്, ഇറ്റ് ഈസ് അപ് ടു ദ ടീച്ചേഴ്സ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സ് ആണ്. സിഗ്നിഫിക്കൻസ് ടീച്ചേഴ്സിനാണ്. ക്ലിയർ ആയോ? ദ നോളജ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് of pupils is of enormous significance to the teacher. enormous കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല. ആ സിഗ്നിഫിക്കൻസിന്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ അല്ല, അത് സെന്റൻസ് ആണ്, സ്മോൾ ലെറ്റർ ആണ്. അവിടെ ഇടയ്ക്ക് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല. ഇനോർമസ് സിഗ്നിഫിക്കൻസ് ടു ദ ടീച്ചർ. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒരു ടീച്ചറെ സംബന്ധിക്കുന്ന കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ടീച്ചർമാർ മനസ്സിലാക്കണം. ഇന്ന കുട്ടിയിൽ നിന്നും എത്രത്തോളം ഡിഫറെന്റ് ആണ്, അവൻ ഏറ്റവും നന്നായി പഠിക്കുന്നു, അവൾക്ക് അല്ലെങ്കിൽ അവന് നന്നായി പഠിക്കാനുള്ള കഴിവില്ല, അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാരാണ്? ടീച്ചർ. അതാണ് സെന്റൻസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? സോ അപ്പൊ എന്ത് ചെയ്യണം ടീച്ചേഴ്സ്? അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? They have to understand the people അല്ലെ, കുട്ടികളെ മനസ്സിലാക്കണം. Have to be appreciated according to their പൊട്ടൻഷ്യാലിറ്റീസ്. കുട്ടികളുടെ കഴിവുകള്, അവരുടെ താല്പര്യങ്ങള്, അവരുടെ എക്സ്പെരിമെന്റുകള്, കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്, എക്സ്പെരിമെന്റ് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഓരോ രീതികളും ഒക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി ടീച്ചേഴ്സ് അതനുസരിച്ച് കുട്ടികൾക്ക്, ഓരോ കുട്ടിക്കും എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? അവരുടെ പോരായ്മകൾ എന്താണ്, പോരായ്മയുള്ള കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് ക്ലിയർ ആയി, അവൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അവനെ മാത്രം പഠിപ്പിച്ചാൽ പോലെ. അപ്പൊ
നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടികളും അവർക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തതകൾ ഉണ്ടാകാം. ആ വ്യത്യസ്തതകളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നോളജ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത് ടീച്ചേഴ്സ്. അവരെ മനസ്സിലാക്കുക, അതനുസരിച്ച് അവർക്ക് അപ്രീസിയേഷൻസ് കൊടുക്കുക. മറ്റവൻ നന്നായി ചെയ്തു, ഓക്കെ വെൽ ഡൺ, നീ അവിടെ അവനെ അത് പറഞ്ഞൊക്കെ സമാധാനിപ്പിക്കുക, നീ നന്നായി ചെയ്തു, വെരി ഗുഡ് എന്നൊക്കെ. പക്ഷെ അതേ സമയം തന്നെ നമുക്ക് മുന്നിലിരിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട്, ചിലപ്പോ അത് അവിടെ എഴുതി കണ്ടിട്ട് അവൻ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മാറിയിരിക്കുകയായിരിക്കാം. അവനെ കൂടി നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ടീച്ചേഴ്സിന് ഉള്ളത്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എവിടുന്നാ? ടീച്ചേഴ്സ് ആണ് അത് മനസ്സിലാക്കേണ്ടത്. ആ ഒരു അറിവ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് കുട്ടികളോട് പഠിപ്പിക്കാനും ബിഹേവ് ചെയ്യാനും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമുക്കിതിവിടെ പഠിക്കേണ്ടി വന്നത്. ക്ലിയർ ആയോ? മോണ്ടിസോറി ടീച്ചേഴ്സ് ആകാൻ പോകുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവിടെ പഠിക്കേണ്ടി വന്നത്. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, നമ്മൾ അത്ര എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ഭാഗം നമുക്ക് അതിന്റെ ആ ഒരു സെന്റൻസ് വരെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് വരെയുള്ള സെന്റൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഡെമോക്രാറ്റിക് അപ്രോച്ച് ഒക്കെ കുറച്ച് കൂടുതൽ പറയാനുണ്ട് അതിനെ കുറിച്ചിട്ട്. ഈ ഒരു ചാപ്റ്റർ ചെറുതാണെങ്കിലേ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യം നമ്മൾ നേരത്തെ നോർമൽ പ്രോബബിലിറ്റി കർവ് പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയാ ആന്തരികമായിട്ടുള്ള ചില കണ്ടന്റുകൾ കുറച്ച് കൂടുതലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൂടി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ ആ പീക്ക് ലെവലൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞില്ലേ, അതുപോലെ വ്യാഖ്യാനിക്കാൻ കൂടുതലുണ്ടെന്ന്. ഉള്ളില് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതൊക്കെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഉള്ളില് ഇന്നർ മീനിങ്സ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, യെസ്. നമ്മുടെ സെക്കൻഡ് ഓക്കെ. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ മോക്ക് ടെസ്റ്റിൽ തന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തില്ലേ? ആൻസർ ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇനി ഇതിനകത്ത് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില്. ഇനി വേറെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ കുറച്ച് എടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ അത്രയും സമയം പോവുകയായിരുന്നു. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മള് ക്ലാസ് പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിരിക്കും. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തരാം. കോമ്പിനേറ്റീവ് ഡെവലപ്മെന്റിൽ ബാക്കി ഉണ്ടെങ്കിൽ, കാരണം ഇത് ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഇനിയുള്ള ഭാഗം കുറച്ച് ഈസിയാണ്. ഇതിന്റെ ഒരു ബിഗിനിങ് കുറച്ച് ബുദ്ധിമുട്ടുമാണ്, മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സമയം പോയത്. ക്ലിയർ ആയോ ഇന്നത്തെ ക്ലാസ് എടുത്തത് മുഴുവൻ? ഓക്കെ ആണോ എല്ലാവരും? യെസ്, ഓക്കെ. ഇന്ന് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സും ഉണ്ട്. പിന്നെ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസം നമ്മള് ക്ലാസ്സിൽ പാട്ട് പാടിക്കോളാന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു തോന്നുന്നു. ആളുണ്ട് അല്ലേ? ഇല്ലേ? ആരായിരുന്നു അത്? വന്നിട്ടില്ല അന്ന്? ആരാ പറഞ്ഞത്? പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ഓർക്കണില്ല? അലീമ. വന്നിട്ടില്ലേ? അലീമയാണോ? ആരാ പറഞ്ഞ്? അലീമയെ പറഞ്ഞു, അലീമ പോയി. ഇല്ലാലോ എന്ന്. ഓക്കെ, പാടാന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ടില്ല. യെസ്, അപ്പൊ നമുക്ക് ആരാണ് താങ്ക്സ് പറയുന്ന ആളാരാ? ഞാൻ പറയാം മിസ്. ഓക്കെ, മുംതാസ്. Good afternoon, everyone. A huge thank you our Nisha teacher for their brilliant lecture, and to all of you for your valuable engagement. We hope you leave with a valuable takeaway. Have a wonderful day. Okay, thank you, Mumtaz. Thank you, miss. Thank you, miss. Okay, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ബാക്കി ആയിട്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ബൈ ബൈ. Thank you, miss. Thank you. Thank you all.